ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ബഹുമാന്യരായ ഗുരുജനങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചതയം മുതൽ ചതയം വരെ എന്ന നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ ഇന്ന് ഞാൻ ആർ ഗോവിന്ദൻ ചാന്നാരുടെ ജീവിത ചരിത്രത്തിലൂടെ നിന്ന് നോക്കുകയാണ്. ഗുരുദേവന്റെ അജ്ഞാനവർത്തികളായ മധ്യപൂർവ്വ സുരഹസ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു മംഗലശ്ശേരി ആർ ഗോവിന്ദൻ ചാന്നാർ. ഗുരുവിൽ കവിഞ്ഞ് മറ്റൊരു ധർമ്മമില്ലെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു ജീവിതം നയിക്കുകയും ചെയ്തിരുന്ന ആർ ഗോവിന്ദൻ ചാന്നാർ ഗുരുദേവന്റെ ഏതു പ്രസ്ഥാനത്തിനും എത്ര പണം ചെലവഴിക്കാനും സന്നദ്ധനായിരുന്നു. കഠിനാധ്വാനത്താലും അപാരമായ ബുദ്ധിസാമർഥ്യത്താലും കയർ, കൊപ്ര വ്യവസായങ്ങളിലൂടെ ധാരാളം പണം സമ്പാദിച്ച് ഒരു കുബേരനായി തീർന്ന ഗോവിന്ദൻ ചാന്നാർ തൻ്റെ ഔദാര്യശീലം കൊണ്ട് ഗുരുകാരുണ്യത്തിന് പാത്രമായി. SNDP യോഗത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമെന്ന നിലയിലും യോഗത്തിന് ദേവസ്വം സെക്രട്ടറി എന്ന നിലയിലും മംഗലശ്ശേരിയുടെ സേവനങ്ങൾ അവിസ്മരണീയമാണ്. കൊല്ലം പ്രാക്കുളത്ത് കാവുങ്ങൽ കുടുംബാംഗമായിരുന്ന കുഞ്ഞമ്മയുടെയും മയ്യനാട്ടെ ഒരു കുലീന കുടുംബത്തിൽപ്പെട്ട രാമന്റെയും രണ്ടാമത്തെ പുത്രനായി ജനിച്ച ഗോവിന്ദൻ ചാന്നാർക്ക് കേശവൻ ചാന്നാർ എന്നൊരു ജ്യേഷ്ഠൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏക സഹോദരി ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അവരുടെ ഒരേ ഒരു മകൻ പത്മനാഭന് 1.5 വയസ്സുള്ളപ്പോഴായിരുന്നു സഹോദരി മരണമടയുന്നത്. ഗുരുദേവ ഭക്തനായിരുന്ന പത്മനാഭനെ പോറ്റി വളർത്തിയത് ഗോവിന്ദനാശാനാണ്. സ്വന്തം പിതാവിനെ പോലെ വ്യവസായ വാണിജ്യ രംഗങ്ങളിൽ ഗോവിന്ദൻ ചാന്നാരും അതീവ തൽപരനായിരുന്നു. കയർ നിർമ്മാണ വ്യവസായത്തിലും അതിൻ്റെ അനുബന്ധമായ തൊണ്ടഴുക്കൽ വ്യവസായത്തിലും ഏർപ്പെട്ടിരുന്ന ആശാൻ അതിവേഗത്തിൽ ധാരാളം പണം സമ്പാദിക്കുകയും വലിയൊരു ഭൂ ഉടമയായി തീരുകയും ചെയ്തു. താൻ വിലയ്ക്ക് വാങ്ങിയ ഭൂസ്വത്തുക്കളിൽ അഷ്ടമുടിക്കായലിലെ അതിമനോഹരമായ മദാമ്മത്തോപ്പും ഉൾപ്പെട്ടിരുന്നു. 28 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു തെങ്ങിൻ തോപ്പായിരുന്നു മദാമ്മത്തോപ്പ്. അവിടെയായിരുന്നു ആശാന്റെ കൊപ്ര സംഭരണ കേന്ദ്രം. അവിടെ തേങ്ങ വെട്ടി ഉണക്കി കൊപ്രയാക്കി കെട്ടുവള്ളങ്ങളിൽ കയറ്റി ആലപ്പുഴയിലും കൊച്ചിയിലും മറ്റും കൊണ്ടുപോയി വിറ്റിരുന്നു. കയറുൽപ്പന്നങ്ങളും വിറ്റിരുന്നത് അവിടങ്ങളിലാണ്. അങ്ങനെ വ്യവസായ വാണിജ്യ രംഗങ്ങളിലൂടെ നാനാപ്രകാരത്തിൽ ധനം കുന്നുകൂടുകയും ചാന്നാർ ഒരു കോടീശ്വരനായി തീരുകയും ചെയ്തു. കൊപ്രയും കയറും മറ്റും വിറ്റതിനു ശേഷം കാലിവള്ളങ്ങൾ നിറയെ അരിയും പലവ്യഞ്ജനങ്ങളും വാങ്ങി നാട്ടിൽ കൊണ്ടുവരിക പതിവായിരുന്നു. നാട്ടുകാർക്ക് ഏറ്റവും പ്രയോജനകരമായിരുന്ന ഈ പലവ്യഞ്ജന വ്യാപാരം നടത്തിയിരുന്നത് ആശാന്റെ അനന്തരവനായ പത്മനാഭനായിരുന്നു. ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നുവെങ്കിലും മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുവാനുള്ള ഭാഗധേയം ചാന്നാർക്ക് ലഭിച്ചില്ല. കോടീശ്വരനായ തൻ്റെ സ്വത്ത് മുഴുവൻ ജീവിത സായാന്തനത്തിൽ അന്യാധീനപ്പെട്ട് താനൊരു ഭിക്ഷാന്തേകിയായി തീരുമെന്നുള്ള ദൈവജ്ഞ പ്രവചനം അദ്ദേഹത്തെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. തൻ്റെ ഭാവി ജീവിതത്തിലെ വിപൽസന്ധി തരണം ചെയ്യുവാൻ എന്താണ് ഒരു ഉപായമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആപത് ബാന്ധവനായ സ്വാമി തൃപ്പാദങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞത്. പിന്നെ ഒട്ടും വൈകിയില്ല. സ്വാമിയെ നേരിൽ കണ്ട് അവിടുത്തെ ആശ്രിതനായി തീരുകയും ചെയ്തു. ആ പ്രഥമ ഗുരുശിഷ്യ സംഗമത്തെക്കുറിച്ച് ഗുരുഭക്തനായ ഉപേന്ദ്രൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഏറത്ത് കൃഷ്ണനാശാന്റെ വീട്ടിൽ ഒരു ദിവസം ഗുരുവും ശിഷ്യനും കവിയുമായ കുമാരനാശാനും വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ഗോവിന്ദനാശാൻ തൻ്റെ എല്ലാ പരിപാടികളും നിർത്തി വെച്ചുകൊണ്ട് ഗുരുവിനെ തേടിയെത്തിയ ഗോവിന്ദനാശാന് ഏറത്ത് കൃഷ്ണനാശാൻ ഗുരുവിനും കവിക്കും പരിചയപ്പെടുത്തി കൊടുത്തു. വിനയത്തോടുകൂടി വണങ്ങിയിരുന്ന ഗോവിന്ദനാശാനോട് ഗുരു വ്യവസായത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. സംഭാഷണങ്ങൾക്കിടയിൽ ഗോവിന്ദനാശാൻ താൻ ഗൃഹസ്ഥാശ്രമിയാണെന്ന് അറിയിച്ചു. ഇത് കേട്ട ഗുരു ഇങ്ങനെ പ്രതിപാദിച്ചു: കൊള്ളാമല്ലോ, വ്യാവസായികമായി അഭിവൃദ്ധി ഉണ്ടാകണം. അതിൽ നിന്ന് കിട്ടുന്ന ആദായത്തിന് നല്ലൊരു ഭാഗം പൊതുനന്മയ്ക്കായി വിനിയോഗിക്കണം. ഇത് കേട്ട ഗോവിന്ദനാശാൻ ഗുരുവിന് കുറച്ച് രൂപ കാണിക്കു വെച്ചു. ആ കൂടിക്കാഴ്ചയോടുകൂടി പുതിയൊരു ഗുരുശിഷ്യബന്ധം മുട്ടിട്ട് വരികയായിരുന്നു.
മംഗലശ്ശേരി വീണ്ടും ശിവഗിരിയിൽ ചെന്ന് സ്വാമിയെ കണ്ടു. ഇത്തവണ ഒരു അഭ്യർത്ഥനയുമായാണ് അദ്ദേഹം എത്തിയത്. സ്വാമി പ്രാക്കുളത്തുള്ള തൻ്റെ ഭവനം സന്ദർശിക്കാൻ. ഭക്തവത്സലനായ തൃപ്പാദങ്ങൾ സന്തോഷപൂർവ്വം ആ ക്ഷണം സ്വീകരിക്കുകയും മംഗലശ്ശേരി ഭവനത്തിലെത്തുകയും ചെയ്തു. പിന്നെ പലവട്ടം സ്വാമി ഒറ്റയ്ക്കും അനുചരന്മാർ സംഘത്തോടൊപ്പവും മംഗലശ്ശേരിയുടെ ഭവനത്തിലെത്തി വിശ്രമിച്ചിട്ടുണ്ട്. ശിവഗിരിയിൽ നിന്ന് ആദ്യമായി സ്വാമിയെ മംഗലശ്ശേരിയിൽ കൊണ്ടുവന്നത് ഗോവിന്ദനാശാന്റെ വക വലിയൊരു കെട്ടുവള്ളത്തിലാണ്. ഗോവിന്ദനാശാന്റെ ഗതകാല പ്രതാപങ്ങളുടെയും ഗുരുദേവ ഭക്തിയുടെയും പ്രതീകം പോലെ പ്രാക്കുളത്തെ കുമാരമംഗലം എന്ന പേരിൽ ഒരു ഊക്കൻ കെട്ടിടമുണ്ട്. 4 കെട്ടും പടിപ്പുരയുമുള്ള ഒരു രമ്യകർമ്മം. സ്വാമി അനുചര സംഘവും പ്രാക്കുളത്തെത്തിയാൽ സൗകര്യപ്രദമായ രീതിയിൽ വിശ്രമിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും കൂടി നിർമ്മിച്ചതാണ് ആ കെട്ടിടം. ഗോവിന്ദനാശാന്റെ ജ്യേഷ്ഠ സഹോദരൻ കേശവൻ ചേന്നാർക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു, വെളുത്ത കുഞ്ഞമ്മ. വെളുത്ത കുഞ്ഞമ്മയ്ക്ക് സ്വാമി നൽകിയ പ്രധാന ഉപദേശം നിത്യവും കുളിച്ച് വൃത്തിയായി നടക്കണമെന്നും ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കണമെന്നുമായിരുന്നു. കുമാരമംഗലത്ത് വെച്ച് നടന്ന മറ്റൊരു സംഭവം കൂടി ഇവിടെ ഞാൻ ഉദ്ധരിക്കുകയാണ്. ഗുരുദേവ ഭക്തനായിരുന്ന പ്രാക്കുളത്ത് ചാരുവളത്തോട്ടിൽ നീലകണ്ഠൻ തൻ്റെ മൂത്ത മകനെയും കയ്യിലേന്തി സ്വാമിയുടെ അടുത്തെത്തി. സ്വാമി: നീലകണ്ഠനോ, എന്താണ് വേണ്ടത്? നീലകണ്ഠൻ പറഞ്ഞു: എൻ്റെ കുഞ്ഞിനൊരു പേരിട്ട് തരണം സ്വാമി. ഏതെങ്കിലും ഒരു പേര് മനസ്സിലുണ്ടോ? നീലകണ്ഠൻ: ഒരു പേരും മനസ്സിലില്ല സ്വാമി. നീലകണ്ഠൻ്റെ മകൻ ആരാണ്? കാർത്തികേയൻ. ആ മകനെ കാർത്തികേയൻ എന്ന് വിളിച്ചോളൂ. തൊഴുകയോടെ സന്തുഷ്ടനായ നീലകണ്ഠൻ കുഞ്ഞിനെയും കൊണ്ട് പിൻവാങ്ങി. ഗുരുദേവ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി എത്രയധികം ധനം ചെലവഴിക്കാനും സന്നദ്ധനായിരുന്നു ഗോവിന്ദൻ ചാന്നാർ. SNDP യോഗത്തിന്റെ ആദ്യകാല സെക്രട്ടറി, ദേവസ്വം സെക്രട്ടറി എന്ന നിലയിൽ മംഗലശ്ശേരിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രശംസനീയമാണ്. ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ശിവപ്രസാദ സ്വാമികൾ തീർത്ഥാടനത്തിന് പോയ ഒഴിവിൽ 1914 മംഗലശ്ശേരിയെ ദേവസ്വം സെക്രട്ടറിയാക്കി മാറ്റിയത്. ശിവഗിരിയിലെ പ്രതിഷ്ഠാ മഹോത്സവം കഴിഞ്ഞ ശേഷം ആദ്യത്തെ പ്രധാന ഉത്സവം ഗംഭീരമായി നടത്തുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ച ദേവസ്വം സെക്രട്ടറി ആയിരുന്നു മംഗലശ്ശേരി ഗോവിന്ദൻ ചാന്നാർ. SNDP യോഗം ഡയറക്ടർ എന്ന പദവിയിലും ഗോവിന്ദൻ ചാന്നാർ എന്ന വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് പ്രവർത്തിച്ചത്. 17/1/92 മഹാകവി കുമാരനാശൻ സരസ്വതി മുരളീധരൻ അയച്ച കത്ത് ഒരു ആധികാര രേഖയാണ്. ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യനായി തീർന്ന നാൾ മുതൽ ജീവിതാന്ത്യം വരെയും മംഗലശ്ശേരി തികഞ്ഞ സസ്യഭുക്കും ശുഭ്രവസ്ത്രധാരിയുമായിരുന്നു. വീട്ടിൽ ശുചിത്വം പാലിക്കുന്നതിന് വലിയ നിർബന്ധക്കാരനായിരുന്നു അദ്ദേഹം. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് അടിച്ചു നനച്ച് കുളിച്ചിട്ടേ അടുക്കളയിൽ കയറാവൂ എന്ന് മംഗലശ്ശേരിയുടെ ഉഗ്രശാസനയാണ്. ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കണമെന്നുള്ളതും അദ്ദേഹത്തിന് നിർബന്ധമുള്ള കാര്യമായിരുന്നു. ഓഗസ്റ്റ് 16 ഗോവിന്ദനാശാൻ ഈ ലോകത്തേക്ക് എന്നേക്കുമായി വിട പറഞ്ഞു. ഭക്തി എന്നെ സംബന്ധിച്ചിടത്തോളം നാരായണ ഗുരുവിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്നു. അതിനപ്പുറം എനിക്കൊന്നും ആശ്രയിക്കാനില്ല. ഒരിക്കൽ മംഗലശ്ശേരി കുമാരനാശോടിനോട് പറഞ്ഞ വാക്കുകളാണിവ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.